യൂകോൺ ക്വസ്റ്റ്. നിധി തേടിയെത്തിയവരുടെ ഓർമ്മയ്ക്കായി എല്ലാ ഫെബ്രുവരിയിലും കാനഡയിൽ ഒരു മത്സരം നടക്കും. യൂകോൺ ക്വസ്റ്റ്. കുതിരവണ്ടി പോലെ നായ്ക്കൾ വലിക്കുന്ന വണ്ടിയിൽ മഞ്ഞിലൂടെ കുറേ ദൂരം പോയി തിരിച്ചു വരുന്ന മത്സരമാണ്. മഞ്ഞും തണുപ്പുമാണ്, പോകണോ? 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അതിശൈത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ സ്വർണ്ണഖനികൾ തേടിയിറങ്ങി. അവരുടെ ലക്ഷ്യം അലാസ്കയുടെ തൊട്ടടുത്തു കിടക്കുന്ന കാനഡയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള യൂകോൺ പ്രവിശ്യയായിരുന്നു. ചിലരൊക്കെ ഇവിടെ എത്തി, എന്നാൽ മറ്റു ചിലർക്ക് അതിന് കഴിഞ്ഞില്ല. യാത്രയിൽ മനുഷ്യർക്ക് കൂട്ടായി അവരുടെ വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു. കുതിരകളൊക്കെ പാതി വഴിയിൽ വീണു. കൊടും ശൈത്യം അതിജീവിച്ച് നായ്ക്കൾ മാത്രം മനുഷ്യന് കൂട്ടായി യൂകോണിലെത്തി. ഗോൾഡ് റഷ് എന്നാണത്രേ ചരിത്രം ഈ കുടിയേറ്റത്തിന് പേരിട്ടത്. 2000-ന് താഴെ മാത്രം ജനങ്ങൾ ഉണ്ടായിരുന്ന യൂകോണിലെ ഡവ്സൺ പട്ടണത്തിലെ ജനസംഖ്യ പെട്ടെന്ന് 30,000-ന് മീതെയായി. മഞ്ഞുമലകൾക്ക് അടിയിൽ നിധിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നവരാരും യൂകോൺ വിട്ടു പോയില്ല. സ്വന്തം നാടും വീടും വിട്ട് തണുപ്പത്തു കഴിയുന്ന ആളുകൾക്ക് അവരുടെ നാട്ടിലെ വിവരങ്ങൾ അറിയാൻ എന്താ ഒരു വഴി? ആലോചിച്ച് ഒടുവിൽ അവരെല്ലാം ചേർന്ന് വഴി കണ്ടുപിടിച്ചുട്ടോ. കത്തുകളും മരുന്നുകളും അത്യാവശ്യ സാധനങ്ങളും കൈമാറുന്നതിനായി നായ്ക്കളെ പൂട്ടിയ തെന്നുവണ്ടിയും കൊണ്ടുപോകാൻ 2 പേർ റെഡിയായി. ചുക്കിന്റെയും ഗക്കിന്റെയും കഥ ഓർമ്മ വരുന്നുണ്ടല്ലേ? അങ്ങനെ യൂകോണിന്റെ തലസ്ഥാനമായ വൈറ്റ് ഹോഴ്സിൽ നിന്ന് പുറപ്പെട്ട് ഡവ്സണിൽ അവസാനിക്കുന്ന വളരെ പ്രാകൃതമായൊരു പോസ്റ്റൽ സേവനം നിലവിൽ വന്നു. 532 കിലോമീറ്റർ ദൂരം മഞ്ഞ് മൂടിക്കിടക്കുന്ന ദുർഘടമായ വഴിയിലൂടെ ഏറെ പ്രയാസപ്പെട്ട് എത്തുന്ന മരുന്നുകളും കത്തുകളും ഭക്ഷണ സാധനങ്ങളും പ്രതീക്ഷിച്ച് ഡവ്സണിൽ ആളുകൾ ക്ഷമയോടെ കാത്തിരുന്നു. കനേഡിയൻ എസ്കിമോ, ഹസ്കികൾ എന്നീ വർഗത്തിൽപ്പെട്ട ശുനകന്മാരെയാണ് ഇതിനായി ഉപയോഗിച്ചത്. മഞ്ഞുമലകളും തണുത്തുറങ്ങിയ നദികളും കാടുകളും താണ്ടി ഓടാനുള്ള കഴിവ് ഇവർക്കുള്ളതുപോലെ മറ്റൊന്നിനുമില്ല. വർഷങ്ങൾക്ക് ശേഷം ആകാശവും ഭൂമിയും മനുഷ്യൻ കീഴടക്കിയപ്പോൾ പണ്ട് ജീവൻ പണയപ്പെടുത്തി സേവിച്ച മനുഷ്യരെയും അവർക്ക് വഴികാട്ടിയായിരുന്ന മിണ്ടാപ്രാണികളെയും എല്ലാവരും മറന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് നടക്കുന്ന യൂകോൺ ക്വസ്റ്റ് മത്സരം ഓർമ്മിപ്പിക്കുന്നത് ആ പഴയ കാലത്തെയാണ്. മനുഷ്യനോടൊപ്പം നിന്ന നായകളും അവർ തമ്മിലുള്ള ബന്ധവും സ്മരിക്കാനായി എല്ലാ വർഷവും ഫെബ്രുവരിയിലെ കൊടും തണുപ്പിൽ നടക്കുന്ന മത്സരം അലാസ്കയിലെ ഫെയർബാങ്കിൽ തുടങ്ങി യൂകോണിലെ വൈറ്റ് ഹോഴ്സിൽ അവസാനിക്കും. 1600 കിലോമീറ്റർ. ഡോക്ടർമാരുടെയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും സേവനങ്ങൾ മത്സരിക്കുന്നവർക്കും അവരുടെ കൂടെ വരുന്ന ശുനകന്മാർക്കും സഹായമായി ഉണ്ടാവുമെങ്കിലും യാത്രയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾക്ക് കുറവില്ല. കഴിഞ്ഞ വർഷം ഒരാളെ വഴിയിൽ വെച്ച് പോത്തിനെ പോലെ വലിയ കൊമ്പൊക്കെയുള്ള മൂസ ആക്രമിച്ചു. ഒടുവിൽ ഹെലികോപ്റ്ററിൽ ആളുകൾ പോയിട്ടാണ് രക്ഷിച്ചത്. ഇക്കൊല്ലം വീണ്ടും മത്സരിച്ച് ഇയാൾ 1-ാം സ്ഥാനം നേടി. സൈബീരിയൻ ഹസ്കിയുടെയോ അലാസ്കൻ ഹസ്കിയുടെയോ വർഗത്തിൽപ്പെട്ട നായകളെയാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത്. അവരെ ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യം ഉറപ്പുവരുത്തിയിട്ടേ യാത്രാനുമതി നൽകുകയുള്ളൂ. യൂകോണിന് മുന്നേ കുറേയധികം മത്സരത്തിൽ പങ്കെടുത്ത് കഴിവ് തെളിയിക്കണം. ഏതു തണുപ്പിലും പുറത്ത് ഓടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഹസ്കികൾ. പെട്ടെന്നൊന്നും തളരില്ല. അതുകൊണ്ടാവും ഇവരെ മത്സരിപ്പിക്കുന്നത്. ഇനി കളി എങ്ങനെയാണെന്ന് പറയാം ട്ടോ. ഒരു ടീമിൽ 14-ലേറെ നായകളും ഒരു മുഷറുമുണ്ടാവും. മുഷറാണ് ടീമിന്റെ അമരത്ത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും മുഷറാകാം. 1000-ലേറെ കിലോമീറ്റർ ഓടി ലക്ഷ്യത്തിലെത്തുന്ന ഈ മത്സരത്തിൽ 9 ചെക്ക് പോയിന്റുകളുണ്ട്. ഓരോ ചെക്ക് പോയിന്റുകളിലും ഡോക്ടർമാരും മറ്റു വിശ്രമ സൗകര്യങ്ങളും ടീമുകൾക്കു ലഭ്യമാണ്. ഓടാൻ വയ്യാത്ത നായകളെ ചെക്ക് പോയിന്റുകളിൽ നിർത്താം, പക്ഷെ മാറ്റാൻ പാടില്ല. അതുപോലെ വണ്ടിയും.
ഒരു ചെക്ക് പോയിന്റിൽ നിന്ന് അടുത്തതിൽ എത്തുന്നതുവരെ മുഷറിന്റെയും ടീമിലുള്ള നായകളുടെയും ആവശ്യത്തിന് വേണ്ട ആഹാരവും മറ്റും മുഷർ തന്നെ കരുതണം. ഡൗസൺ പട്ടണത്തിൽ എത്തുന്നതുവരെ മറ്റാരുടെയും സഹായം മത്സരാർത്ഥികൾ ചോദിക്കാൻ പാടില്ല എന്നതും കളിയുടെ നിയമങ്ങളിൽ പ്രധാനമാണ്. ഫോൺ, ഐപാഡ്, ഐപോഡ് തുടങ്ങിയതൊന്നും മുഷറിന്റെ കൈവശം ഉണ്ടാവാൻ പാടില്ല. മുഷർ വസ്ത്രം ധരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. തണുപ്പിനെ ചെറുക്കാൻ ഉള്ളിപ്പോളകൾ പോലെ പല അടുക്കുകളായാണ് വസ്ത്രം ധരിക്കുക. ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്ക് മുകളിലായി കട്ടിയേറിയ രോമക്കുപ്പായം ഇടും. അതിനും മുകളിൽ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള നീളൻ കുപ്പായം. കൂടുതൽ തണുക്കുന്നുണ്ടെങ്കിൽ ഇടാനായി വേറെ വസ്ത്രങ്ങൾ വണ്ടിയിൽ കരുതണം. വഴിയിൽ ആരുമില്ലല്ലോ കടം ചോദിക്കാൻ. തലയിൽ 2-3 തരം തൊപ്പികളും രാത്രിയിൽ ഓടുന്നതിനാൽ ഹെഡ്ലൈറ്റുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. വസ്ത്രത്തിലെ കീശകളിൽ മരുന്ന്, ബാറ്ററി, വെള്ളം, ചെറിയ ഭക്ഷണപ്പൊതികൾ എന്നിവ കൊണ്ട് നിറച്ചിരിക്കും. പലതരത്തിലുള്ള കയ്യുറകളും കാലിലെ ബൂട്ടുകളും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉപയോഗിക്കണം. ഈ കളി വേഗം തീരില്ല. ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ ദിവസങ്ങൾ കഴിയും. യൂക്കോൺ ക്വസ്റ്റ് ഓടുന്നവരുടെ പാത തണുത്തുറഞ്ഞു പോയ നദികളെയും 4 പർവ്വത ശൃംഗങ്ങളെയുമാണ് കടന്നു പോകുന്നത്. -20നും 50നും ഇടയിലുള്ള പ്രവചനാതീതമായ താപനില, മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന തണുത്ത കാറ്റ്, ഹിമപാതങ്ങൾ, തെന്നുന്ന ഐസിനു മുകളിലൂടെയുള്ള ഓട്ടം, ചെന്നായ്ക്കളുടെയും മൂസിന്റെയും അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അതുകൊണ്ടാവും ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ മത്സരങ്ങളിൽ ഒന്നായി ഇതറിയപ്പെടുന്നത്. മത്സരത്തിന് മുമ്പും അതു കഴിഞ്ഞും നായകളുടെ ആരോഗ്യവും അവയോടുള്ള മുഷറിന്റെ പെരുമാറ്റവും സംഘാടകർ പ്രത്യേകം നിരീക്ഷിക്കും. മത്സരത്തിനിടയിൽ വേഗത കൂട്ടാനായി ഒരു തരത്തിലും നായകളെ ഉപദ്രവിക്കുവാൻ പാടില്ല. ഈ ഒരു കേസിന് മാത്രം അപ്പീലില്ല. കുഞ്ഞു ബൂട്ടികൾ കാലിൽ ഇട്ട് ഓടുന്ന നായകളുടെ കാലുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക തരം ലേപനങ്ങൾ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തേച്ചു കൊടുത്തില്ലെങ്കിൽ തൊലി പൊട്ടി മുറിവുകൾ ഉണ്ടാവും. അശ്രദ്ധയോ ചെറിയ പെരുമാറ്റ വൈകല്യമോ മതി മുഷറിന് പിഴയോട് കൂടിയ ആജീവനാന്ത വിലക്ക് കിട്ടാൻ. കളിയിൽ പങ്കെടുക്കുന്നതിന് മാത്രമല്ലാട്ടോ ഈ വിലക്ക്, നായകളെ കൈവശം വയ്ക്കുന്നതിനുമുണ്ട്. പിന്നെ കേസും കോടതിയുമായി കഴിയാം. ഈ വർഷത്തെ കളി കഴിഞ്ഞൂട്ടോ. യൂക്കോണിലേക്ക് പോകാനും കളി കാണാനും ഉപ്പായ്ക്ക് താല്പര്യമൊക്കെയുണ്ട്. കൂട്ടിന് സൈബീരിയക്കാരനായ മിച്ച് അങ്കിളും ഉണ്ടാവും. ഇത്ര ദൂരത്തേക്ക് എങ്ങനെയാവോ ഇവര് പോവുക?